ഈ കഴിഞ്ഞ 11 ദിവസമായിട്ട് മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം, ഉദ്വേഗം എല്ലാം നിലനിൽക്കുക. തിരുവനന്തപുരത്ത് ചർച്ച നടക്കുന്നു, ഡൽഹിയിൽ നടക്കുന്നു, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. ആകെപ്പാടെ ഒരു ജഗമൊക്കെ പരിപാടിയായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇത് ഇത്ര ഇതായിട്ട് നിർണയിച്ചത് നമ്മുടെ AK ആന്റണി. അതെപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ പറയില്ല, അവസാനത്തെ ഇതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് ബന്ധപ്പെടുന്ന AK ആന്റണി തന്നെയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് തന്നെ ചർച്ച നടത്തിയിട്ട് AK ആന്റണിയുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഇത് ഇവിടെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് ഇവിടെ ചെയ്യാതെ ഹൈക്കമാൻഡിലേക്ക് പോയി? ഹൈക്കമാൻഡിന് അവസാനം ആശ്രയം ഇവിടെ ഇരിക്കുന്ന ആന്റണി. അതാണ് ആന്റണി. ഒരു കാലത്ത് അദ്ദേഹം ഹൈക്കമാൻഡിൽ വളരെ പവർഫുൾ ആയിരുന്നു, ഇപ്പോഴും അദ്ദേഹം പവർഫുൾ ആണെന്നാണ് തെളിയിക്കുന്നത്. അദ്ദേഹം എപ്പോഴും വർക്കിംഗ് കമ്മിറ്റി മെമ്പർ തന്നെയാണ്, അത് മാറ്റിയിട്ടില്ല. അതെ, അത് മാത്രമല്ല, അദ്ദേഹം താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിനെ ചൊല്ലി തർക്കം ഉണ്ടാകുമ്പോൾ അതിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളത്, അദ്ദേഹത്തോട് ചോദിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. മാത്രമല്ല അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി വരെ ആയ. അതെ, മാത്രമല്ല നെഹ്റു കുടുംബത്തിന് ഏറ്റവും വിശ്വാസമുള്ള, കാരണം അഴിമതിക്കാരനൊന്നുമല്ല, അദ്ദേഹം ഒരു നിസ്വാർത്ഥനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഇന്ത്യയിലെങ്ങും അറിയപ്പെടുന്ന, രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ അദ്ദേഹം ഉള്ളപ്പോൾ അദ്ദേഹത്തോടാണ് അഭിപ്രായം ആദ്യം ചോദിക്കേണ്ടത്. ഒരു അഭിപ്രായം ചോദിച്ചിരുന്നിരിക്കുക ആദ്യം തന്നെ. പിന്നീട് ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവരൊക്കെ ഡൽഹിയിൽ വിളിച്ച് വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതായിരിക്കാനും സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. AK ആന്റണി തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ വിഷയത്തിലെ അന്തിമ വാക്കെന്ന് പറയുന്നത്. ആന്റണി തന്നെയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മാത്രവുമല്ല, ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പ് ഇല്ലാതാവുകയും ഇപ്പോഴും A ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആന്റണി ഗ്രൂപ്പ് അല്ലേ? അതാണ്. പിന്നെ ആന്റണി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും അതിൽ പ്രധാനമായിട്ട് ആദ്യം നയിച്ചിരുന്നത് വയലാർ രവി, ഉമ്മൻചാണ്ടിയായിരുന്നു. അന്നോടെ ഉണ്ട് എങ്കിൽ പോലും ഗ്രൂപ്പ് നേതാക്കന്മാരെ അവരായിരുന്നു. പിന്നെ വയലാർ രവി ഒതുക്കെ കർണാടകയുടെ അങ്ങ് പോയി, അവരായിരുന്നു ഗ്രൂപ്പ് മാനേജർ. മാത്രമല്ല ഈ പലരും പറയും, ഈ കോൺഗ്രസ് തന്നെ പറയും, ഈ A ഗ്രൂപ്പ് മറ്റേ ഇതാണ് കേഡർ പാർട്ടിയാണെന്ന് പറയും. അതെ, ഉമ്മൻചാണ്ടി തൊട്ട് അവരിങ്ങനെ താഴോട്ട് കൃത്യമായിട്ട് അവർ ആ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ I ഗ്രൂപ്പിന് അങ്ങനെ ഇല്ല. I ഗ്രൂപ്പിൽ ആ പാടെ ഒരു നേതാവില്ലാത്ത അവസ്ഥയാണെന്ന് എപ്പോഴും പലരും പറയും. കർണാടക ഉള്ളപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു പിൻഗാമി ഇല്ലാതായിപ്പോയി. പക്ഷേ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം, എല്ലാവരും അത് പലരും കളിയാക്കാറുണ്ട്, പക്ഷേ അദ്ദേഹം വളരെ ബോൾഡായ ഒരു നേതാവാണ് AK ആന്റണി. അടിയന്തരാവസ്ഥ കാലത്ത് ഗുവാഹട്ടി ASC സമ്മേളനത്തിൽ വെച്ച് അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്ന് പ്രസംഗിക്കാനുള്ള ധൈര്യം കാണിച്ച ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവ് AK ആന്റണിയാണ്. ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി അവിടെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ചു. അതുപോലെ മാറാട് കലാപത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശക്തമായിരുന്നു, അതിശക്തമായ നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു അല്ലേ? നഷ്ടപ്പെടുകയും. അതുപോലെ ഈ പണ്ട് അദ്ദേഹം KPC പ്രസിഡന്റ് സമയത്ത് ഈ ബിഷപ്പുമാരെക്കുള്ള ചില കോളേജ് മാനേജ്മെന്റ് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്ന് ഈ ബിഷപ്പുമാരെ കാണുമ്പോൾ ഇപ്പോൾ ആന്റണി കൂടെ പോയില്ല. KPC പ്രസിഡന്റാണ് ആന്റണി, അദ്ദേഹം കൂടെ പോയില്ല. അദ്ദേഹത്തിന് ഈ ബിഷപ്പുമാരുള്ള വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം നിലപാടിൽ ഉറച്ചു അയക്കേണ്ട നിലപാടുള്ള മനുഷ്യൻ തന്നെയാണ്, അത് സംശയിക്കേണ്ട കാര്യത്തിൽ. ഈ നമ്മുടെ ഈ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെന്നോ ചൊല്ലി ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഇവിടുന്ന് ഓരോ നേതാക്കളെയും ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ക്ഷണിച്ചു. ഇപ്പൊ VM സുധീരൻ, അതുപോലെ മുല്ലപ്പള്ളി, MM ഹസനെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ. പക്ഷേ ഇവര് ശരിക്കും ഹൈക്കമാൻഡ് അവരാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? അതെ, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ആൾക്കാരെ നിർണ്ണയിക്കാതെ ആദ്യമേ തന്നെ ഈ പറയുന്ന ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി ഒരു യോഗം നടത്തിയ പോലെ. അല്ല, അത് കോൺഗ്രസിൻ്റെ രീതി അങ്ങനെയാണ്. പണ്ട് വല്ല അറിയാമല്ലോ, ഹൈക്കമാൻഡ് അങ്ങോട്ട് ഇല്ലുന്നു, അവിടുന്ന് കുറച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു. അതൊരു രീതിയാണ്, ഒരു ചടങ്ങാണ്. എനിക്ക് തോന്നുന്നു പണ്ട് കരുണാകരനെ പോലുള്ള ആൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ പ്രശ്നമില്ല. പക്ഷേ മന്ത്രിമാരെ നിശ്ചയിക്കാൻ നേരത്തെ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഹൈക്കമാൻഡ് പ്രതികൾ വരാറുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ അടിയും കുസ്തി, പണ്ട് മസ്കറ്റോടൊക്കെ തല്ലുവരെ നടന്നിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് ആന്റണി ഇടപെട്ട കേസ് ഏതാ? നമ്മുടെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മുടെ ഈ മാധ്യമങ്ങളുണ്ടല്ലോ, ഈ ദൃശ്യമാധ്യമങ്ങൾ, ഇവരൊക്കെ ഊഹാപോഹങ്ങളാണ് ഈ പ്രചരിപ്പിച്ചതെല്ലാം. നിരന്തര ഊഹാപോഹമാണല്ലോ. ഇന്നലെ ദീപാദാസ് മനുഷ്യ വീട്ടിലിരിക്കുന്ന സമയത്ത് അത് ഒരു വിമാനത്തിൽ കയറി കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിൽ ഇത് ആരാണ് പുതിയ മുഖ്യമന്ത്രി എന്നുള്ള ലിസ്റ്റും കൊണ്ട്. അത് ശരി, അങ്ങനത്തെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് കേട്ട ഒരു കാര്യം, ഈ ആന്റണി ഒരാളെയും പിന്തുണച്ചില്ല എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ പലയിടത്തും കണ്ടത്. അതിന് സാധ്യതയുണ്ട്, കാരണം അദ്ദേഹം അങ്ങനെ ആരെയും പ്രത്യേകിച്ച് ഒരു ഫേവർ ചെയ്യുന്ന ഒരാളല്ല, നിഷ്പക്ഷനാണ് അദ്ദേഹം. ഒരു പക്ഷേ അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് വി.ഡി. സതീശൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ശക്തമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾ കണക്കിലെടുക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് കാണും. കാരണം എപ്പോഴും നമ്മളത് ചിന്തിക്കണം, ഈ ജനത്തിനെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നടക്കില്ല. പണ്ട് ഏക്കാനെ പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങൾ കുറച്ച് വിധേയരായിട്ട് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഉള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയതാവും പറയാൻ ധൈര്യം കാണിക്കാത്തൊരു കാര്യമാണ് അന്ന് ആന്റണി പറഞ്ഞത്. അതിന്
ലീഗ് ഉൾപ്പെടെയുള്ള വലിയ ശക്തമായ പ്രതിഷേധം അക്കാര്യത്തെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ മാറാട് കലാപത്തിന്റെ പശ്ചാത്തലം. എനിക്കാരെയും പേടിയില്ല, ഞാൻ പറയാനുള്ള പറയുമെന്നും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇവിടുന്ന് പോച്ച് അടിക്കുകയും ചെയ്തു. അതെ. അപ്പൊ ഇതിനകത്ത് ഈ VM സുധീരൻ ഇദ്ദേഹത്തിന് അനുകൂലമായിരുന്നു എന്നാണ് കേട്ടത്. VD സതീശന് അനുകൂലമായിരുന്നു. കാരണം എന്താ പറയുക, ഇവരൊക്കെ ഈ ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ആൾക്കാർ. ജനത്തിന്റെ പൾസ് അറിയാത്ത ഒരാളെ കൊണ്ടുവന്നാൽ അത് എങ്ങനെ തിരികെ ബാധിക്കും എന്നുള്ളതിന് വലിയ തെളിവുകളൊന്നും. വലിയ കടുംപിടുത്തവും കേഡർ സ്വഭാവവും ഒക്കെ ഉള്ള CPM പോലും ഇത്രയും വലിയ ജനരോഷം ശക്തമായപ്പം VS അച്യുതാനന്ദനെ മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ല, ഇവർ കോൺഗ്രസിനെ അങ്ങനെ നല്ലതെന്ന് കളിയാക്കുമ്പോഴും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി തന്നെയാണ്. അത് പലപ്പോഴും ചില ആവശ്യമില്ലാത്ത കാര്യത്തിലും ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് സമയം കളഞ്ഞ അല്ലെങ്കിൽ അവർ സ്വന്തം പാർട്ടിയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന രീതിയിൽ പലരും പ്രവർത്തിക്കുകയും ചെയ്യുമെങ്കിൽ പോലും അത് ഒരു ജനാധിപത്യ പാർട്ടി തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വളരെ മനോഹരമായ ഒന്ന് തന്നെയാണ് കോൺഗ്രസ്. അതൊരു സംശയമാണ്. അവർക്ക് ഒരുപാട് ജനാധിപത്യമൊക്കെ അവിടെ ഉണ്ട്. അത് പലപ്പോഴും പലരും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ആന്റണി എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ്, വളരെ റെസ്പെക്ട്. ദേശീയ തലത്തിൽ തന്നെ എല്ലാ കോൺഗ്രസ് ആക്കും. അപ്പോൾ ആന്റണി ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ അല്ല, ആന്റണിക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ല എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നിസ്വാർത്ഥനാണെന്ന് എല്ലാവർക്കും താല്പര്യം കാണിക്കാറൊന്നുമില്ല. അദ്ദേഹം ആരും പക്ഷം പിടിക്കുന്ന ആളോ വ്യവസായ താല്പര്യമുള്ള ആളോ ഒന്നുമല്ല. അപ്പോൾ അതവർക്കറിയാം. VM സുധീരനും ആ ഒരു പ്രത്യേകതയുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനും ആ ഒരു പ്രത്യേകത. എല്ലാവരും ഈ കച്ചവടക്കാരല്ല, രാഷ്ട്രീയം കൊണ്ട് നടന്ന് ബിസിനസ് നടത്തുന്നവരല്ല. അവർ VM സുധീരൻ 2004 അന്ന് ഒരു അപകടം നിർത്തി പരാജയപ്പെടുത്തിയ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് പിന്നെ എത്രയോ 2004 സംഭവം, ഇപ്പോൾ 2026 എത്രയോ ഇലക്ഷനിൽ മറ്റു പല നേതാക്കന്മാരെ പിണറായി വെച്ച് നോക്കുമ്പോൾ എത്ര ഇലക്ഷൻ മത്സരിക്കുക. അദ്ദേഹത്തിന് MP ആവാം, മന്ത്രിയാവാം, എല്ലാം ചെയ്യാമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഇല്ല പാർലമെന്ററി രംഗത്തേക്കെന്ന് പറഞ്ഞ ആള് അതിൽ ഉറച്ചു നിന്നു. അതാണ്. എന്തായാലും ഈ കേരളത്തിൽ ഇത്രയും വലിയ തർക്കം വിഷയമായിട്ട് നടന്ന ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലും നമ്മുടെ AK ആൻ്റണി, മുതിർന്ന കോൺഗ്രസ് നേതാവ്, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് കൊടുത്ത ഒരു പരിഗണന അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. അതിനൊപ്പം തന്നെ കേരളത്തിലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഈ 11ാം ദിവസം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാതൊരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ അദ്ദേഹം ഒരിക്കലും ഇറങ്ങില്ല എന്ന് ഹൈക്കമാൻഡ് നന്നായിട്ട് അറിയാം കൂടെ തന്നെ ആയിരിക്കും പറഞ്ഞത്. ഞാനാണ്, അല്ലെങ്കിൽ ട്രംപ് ചെയ്യുന്നത് പോലെ ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടല്ലോ അത് ഞാനാണ് പരിഹരിച്ചതെന്ന് പറയാത്ത അത് നിശബ്ദനായി മാറിയുന്നതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി ഹൈക്കമാൻഡിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കാൻ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നതും VD സതീശൻ മുഖ്യമന്ത്രിയായത്.